അങ്ങനെ അതുകൊണ്ട് അവൻ ആ ടിക്കറ്റും കൊണ്ട് ആ പെർഫോമൻസ് കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം ഇവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് സിയാനായിരിക്കും. അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് അപ്പൊ സത്യത്തിൽ നീയാണ് എന്റെ ട്രോഫി പൊട്ടിച്ചെന്നറിഞ്ഞ് അവനും ദേഷ്യപ്പെടും. ഇത് കേട്ട് ഇവളാണ് നിന്റെ അടുത്ത് വന്നിരിക്കാൻ എനിക്കെന്തോ വട്ടാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം അവിടുത്തെ ഓഡിയൻസ് എല്ലാം ഇവൾ അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും ഇവിടെ മ്യൂസിക് വായിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ എഴുന്നേറ്റ് പോവാണ്. പിന്നെ അത് അവരെ നാണം കെടുത്തുന്ന പോലെ ആയിപ്പോന്ന് പറഞ്ഞ് ഇവൾ അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ഈ പെർഫോമൻസും കഴിയുമ്പം ഇവളതൊന്നും കാണാതെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവനും ഇവളെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവന് ബസ്സിന് വേണ്ടി രാത്രി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കുറെ സമയമായിട്ട് ബസ്സൊന്നും വരാത്തോണ്ട് ഇവന് ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവിടേക്ക് വണ്ടിയായിട്ട് ചെയ്യാൻ വരുന്നത്. എന്നിട്ട് അവള് ലിഫ്റ്റ് എല്ലാം വേണമെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ അവന് ഉറങ്ങിയിട്ട് ഇപ്പഴാണ് എഴുന്നേറ്റ് എന്ന് ചോദിക്കും. അതുകൊണ്ട് അവളാണ് ദേഷ്യത്തിൽ ഞാൻ ഉറക്കത്തിൽ കിടക്കുവാണ്, നീ എന്നെ വിളിച്ചുണർത്തിക്കൂടെ എന്ന് പറഞ്ഞ് ഇവനോട് ചൂടാകുമ്പം അവൻ ആലോചിച്ച് നോക്കും ഇവള് കുറെ വർക്കൊക്കെ ചെയ്ത് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഇവള് കുറച്ച് സമയം കൂടെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു വെച്ചിട്ട് പോയി കാണും. അവര് പോകുമ്പം ഇവള് വിളിച്ചുണർത്തിയാൽ മതിയെന്ന്. അതുകൊണ്ട് അതാലോചിച്ചിട്ട് അവനും നമ്മൾ തമ്മിൽ അത്രയ്ക്ക് വലിയ പരിചയമുണ്ടെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം എങ്കിൽ പിന്നെ അവളും പരിചയമില്ലാത്ത സ്ഥിതിക്ക് നിന്നെ ഞാൻ കൊണ്ടാക്കാൻ തീരുമാനിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവൻ അവളെ തടഞ്ഞിട്ട് ഇവൾക്ക് ഈ ബൈക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പം അവൾ അവിടെ നിന്ന് പൈസയ്ക്ക് വാങ്ങിച്ചെന്നറിയും. പക്ഷെ ഇന്നീ പൈസയ്ക്ക് റെന്റ് എടുക്കാൻ ബൈക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ കാര്യം ഇവനോട് പറയുമ്പം ഇവനെങ്കിൽ പിന്നെ ഒരു ഹെൽപ്പായിട്ട് ഇവനെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ കയറിയിരിക്കും. എന്നിട്ട് അവസാനം അവനെ ഇറങ്ങാനുള്ള സ്ഥലത്ത് ഉടനെ ഇതൊരു നല്ല മികച്ച റൈഡായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനാക്കിക്കൊണ്ടേ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് അവനും ഇനി ഇതേപോലെ പെർഫോമൻസ് കാണാൻ വിളിച്ച അവൻ വരത്തില്ലെന്നറിയും. അവന്റെ ട്രോഫിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആ സാധനം വയ്ക്കലെന്ന് പറഞ്ഞ് ഇവളെ വാൺ ചെയ്യുമ്പം ഇത് കേട്ട് അവളാണെന്ന് മനസ്സിലാവാതെ ഞാൻ എപ്പോഴും നിന്നെ പെർഫോമൻസ് കാണാൻ വിളിച്ചെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ച് നോക്കും. കാരണം ഇവളുടെ റൂംമേറ്റ് ആയിരിക്കും ഇവളുടെ തന്നെ ഈ ടിക്കറ്റ് എടുത്ത് പെർഫോമൻസ് കാണാൻ വേണ്ടി പറഞ്ഞയച്ച്. അങ്ങനെ അവൾ അങ്ങനെയൊക്കെ ചെയ്താലോചിച്ച് ഇവളും ദേഷ്യത്തി അപ്പൊ എന്നെ മനപ്പുറം കൊടുക്കാൻ വേണ്ടിയാണോടി നീ സോറി അയക്കുന്നല്ല ആ ടിക്കറ്റ് എന്റെ കൊടുത്തയച്ചെന്ന് പറഞ്ഞ് ഇവൾക്കെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് അവൾ ഇവനോട് ചൂടായിട്ട് ഇവന്റെ ടിക്കറ്റ് കൊടുത്ത് വിളിച്ചതെന്ന് ഇവളല്ലെന്ന് പറയും. കൂടാതെ ഇവനെ പോലെ ഒരാൾ ഒട്ടും ഇഷ്ടമല്ലെന്ന് അവളും പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ എന്തിനെന്റെ സ്വിമ്മിംഗ് ക്ലബ്ബിൽ ജോയിൻ ആയിരിക്കുമെന്ന് പറഞ്ഞ് അവൾ ഇപ്പൊ തന്നെ പുറത്തു പോകാൻ വേണ്ടി പറയും. ഇത് കേട്ട് അവളാണ് ആ ദേഷ്യത്തിൽ തന്നെ എങ്കിൽ പിന്നെ ഞാൻ പുറത്തു പോയിക്കോളാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം റൂമിലേക്ക് വരുന്ന അവളാണ് അവളുടെ റൂംമേറ്റിനോട് ദേഷ്യത്തി നീ ട്രോഫി പൊട്ടിച്ചോണ്ടാണോ നീ എന്നെ ആ പെർഫോമൻസ് കാണാൻ പറഞ്ഞേച്ചെന്ന് അവളോട് ചൂടാകുമ്പം ഇവളുടെ കൂട്ടുകാരും കാര്യം മനസ്സിലാക്കി അപ്പൊ നീ എന്റെ സിയാനെ കുടുക്കിലാക്കിയാൽ നോക്കിയതാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവളോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് റൂംമേറ്റും പേടിച്ചു പോയി ഇവർക്ക് സത്യം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവള് ഞാൻ ആറ് ട്രോഫി പൊട്ടിച്ചില്ലെന്ന് പറഞ്ഞ് ഇവരോട് അവസാനം വരെ കുറ്റം സമ്മതിച്ചു കൊടുക്കത്തില്ല. പക്ഷെ സിയാനാണ് ഇവള് ട്രോഫി അങ്ങനെ പൊട്ടിച്ചോണ്ട് ഇവൾ അവന്റെ കൂടെ പോയിരുന്ന ടിക്കറ്റ് ഇവളുടെ തന്ന് പ്രശ്നത്തിലാക്കിയതെന്ന് പറയും. കൂടാതെ അന്ന് ഇവള് സോറി ചോദിച്ച ലെറ്ററും ഇവളെല്ലാം മറ്റേ ഫോട്ടോ ഒട്ടിച്ച് അവനെ നാണം കെടുത്തിയെന്ന് പറഞ്ഞ് അവൾക്കും കാര്യം പിടിയിട്ടെന്ന് പറയും. അങ്ങനെ ഇവളതൊക്കെ എവിഡൻസ് ആയിട്ട് പറയുമ്പം അവളുടെ റൂംമേറ്റ് അവസാനം സത്യമെല്ലാം പുറത്തിറക്കി ഇതൊക്കെ ഞാനാ ചെയ്തെങ്കിൽ ഇപ്പൊ എന്തോന്ന് പറഞ്ഞ് അവളും കുറ്റം സമ്മതിക്കും. അപ്പോഴാണ് സിയാൻ ഇതൊക്കെ ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞ് ഇനി ഇതേപോലെയൊക്കെ എല്ലാം ചെയ്യാണ് അവൾ ചുമ്മാ നോക്കി നിൽക്കത്തില്ലെന്ന് പറയും. അങ്ങനെ റൂംമേറ്റ് ആയിരുന്നാലും അവൾക്ക് സിയാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം സിയാന് സ്വിമ്മിംഗ് ക്ലബ്ബിൽ പോകാതെ ലൈബ്രറി പോകാന്ന് പറയുമ്പം ഇവളുടെ കൂട്ടുകാരിയും അപ്പൊ ക്ലബ്ബൊക്കെ നിർത്തിയെന്ന് പറഞ്ഞ് അവളും ചോദിക്കും. അപ്പോഴാണ് സിയാനും ഇന്ന് അവൾ ആ ക്ലബ്ബൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ലൈബ്രറിയിൽ വെച്ച് ഇവളും ഇവളുടെ അമ്മമ്മ ഫോൺ വിളിക്കുമ്പം ഫോൺ എടുക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് അവിടുത്തെ ഫോൺ യൂസ് ചെയ്ത് ഇവൾ അവളുടെ അമ്മമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന യാൻഷങ്ങാണ് ഇവൻ കാരണമല്ല ഇവളിങ്ങനെ ഫോണിൽ സംസാരിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് അവന് കുറച്ച് കുറ്റബോധം തോന്നും. അങ്ങനെ അതുകൊണ്ട് അവനും ഇവൾക്ക് വേണ്ടി ഒരു പുതിയ ഫോൺ വാങ്ങിച്ചറണമെന്ന് പറഞ്ഞിട്ട് അവനുള്ളത് പുതിയ മോഡലായിട്ടുള്ള ഫോൺ തന്നെ ഇവൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത് വാങ്ങിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവന്റെ കൂട്ടുകാരനും ഈ പുതിയ ഫോൺ ആർക്കാന്ന് പറഞ്ഞ് അവൻ അതുകൊണ്ട് ഷോക്കായിരിക്കും. അപ്പോഴാണ് അവനും സിയാന്റെ റൂംമേറ്റിന്റെ വല്ല നമ്പർ ഉണ്ടോന്ന് പറഞ്ഞ് അത് ചോദിച്ചു വാങ്ങിച്ച് ഇവൻ ആ നമ്പറിലേക്ക് ഫോൺ വിളിക്കും. അപ്പോഴാണ് ഇവന് കിട്ടിയ നമ്പർ മറ്റേ റൂംമേറ്റിന്റെ ആയിരിക്കും. അതുകൊണ്ട് അവളാണ് ദേഷ്യത്തി സിയാൻ ഇപ്പൊ തൂറുവാന്ന് പറഞ്ഞ് അവളെ നാണം കെടുത്തും. അതിനുശേഷം അവൾ അവിടേക്ക് വന്നിട്ട് ഇവളുടെ നിന്ന് ഫോൺ വാങ്ങിച്ച് സംസാരിക്കുമ്പം അവന് ക്ലബ്ബിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഒരു 3000 വേർഡ്സ് പുറത്ത് പോകുവാന്ന് പറഞ്ഞ് ഇവന് വേണ്ടി എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ദേഷ്യത്തി അടുത്ത ദിവസം അത് എഴുതി കൊണ്ടുവന്ന് ഇവന്റെ തരുമ്പോഴാണ് ഇവനാണ് ഇവൾ പുറത്താക്കാതിരിക്കാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് പോരെന്ന് പറഞ്ഞ് ഇവളെ വീട്ടിൽ എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറയും. പക്ഷെ അവളാണ് ദേഷ്യത്തി ടീമിൽ നിന്ന് പുറത്തു വന്ന് എന്റെ ഇഷ്ടം പറഞ്ഞ് അവൾ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകും. അതിനുശേഷം അവൻ അവളെ തടഞ്ഞു നിർത്തി എങ്കിൽ പിന്നെ ഇവനെന്ന് ഫോൺ പൊട്ടിച്ചുകൊണ്ട് ഇവൻ തരുന്ന പുതിയ ഫോൺ വാങ്ങിച്ചോളാൻ പറയും. അങ്ങനെ അവളത് പറ്റത്തില്ലെന്ന് പറഞ്ഞാലും ഒരു ഇവർ തമ്മിലുള്ള പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹില്ല മാത്രമേ ഇവന്റെ നിന്ന് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവളെ ഫോൺ വാങ്ങിച്ചിട്ട് എങ്കിൽ പിന്നെ ഇതിനുള്ള പൈസ ഞാൻ കുറച്ച് അടച്ചോളം പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവർ തമ്മിൽ ഇവിടെ ഭയങ്കര ഉടക്കാണെങ്കിലും അതേസമയം ലൈബ്രറി രണ്ടുപേരും കൂടെ ഇവരറിയാതെ തന്നെ ആ ഹിപ്പാറ്റിയ എന്ന് പറഞ്ഞ ബുക്ക് പരസ്പരം കണക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ അത് ഇവർ തമ്മിലുള്ള ബന്ധം ഇതിനേക്കാളും കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ സിയാൻ സ്വിമ്മിംഗ് ക്ലബ്ബിലൊന്നും വരാത്തോണ്ട് ഇവിടെ ലിങ്ങും ബോറടിച്ചു പോയി അവളില്ലാത്തോണ്ട് ടൈം പാസ് ആണെന്നില്ലെന്ന് പറഞ്ഞ് ഇവന്മാരോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇത് കേൾക്കുന്ന യാൻഷൻ കുറച്ച് അപ്സെറ്റ് ആയി എങ്കിൽ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ പോവാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ
അവളാണ് സ്വിമ്മിംഗ് ക്ലബ്ബിൽ നിന്ന് പുറത്തായതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ചേരണമെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനുമുമ്പ് ഇവർക്ക് സ്പെഷ്യലായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു സബ്ജക്ട് ചൂസ് ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ചൂസ് ചെയ്യും. അവളുടെ കൂട്ടുകാരി ഫിലിമാണ് ചൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇവള് മാത്സ് ചൂസ് ചെയ്തുകൊണ്ട് അവളുടെ കൂട്ടുകാരെ കുറെ പറഞ്ഞ് പേടിപ്പിക്കും. മാത്സ് ക്ലാസ്സിൽ ആകെ 5 പേരെ പാസ്സായിട്ടുള്ളെന്ന്. അതുകൊണ്ട് അതിൽ ചേർന്ന് റിസ്ക്കാന്ന് പറഞ്ഞ് ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കറക്റ്റ് അതേസമയം ഇവരുടെ ഫ്രണ്ടിൽ തന്നെ ആ മാത്സ് സാറും കൂടെ യാൻഷയും കൂടെ കാണും. അങ്ങനെ അതുകൊണ്ട് യാൻഷങ്ങും ഇവൾ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് സിയാനെ പരിചയപ്പെടുത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം സാറാണ് ഇവ രണ്ടുപേരും നിർത്തിവെച്ച് സംസാരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ ക്ലാസ്സിൽ 5 പേരല്ല പാസ്സായിട്ടുള്ള, വെറും 3 പേരെ പാസ്സായിട്ടുള്ളെന്ന് പറഞ്ഞ് ഇവരെ കൂടുതലും കൂടെ പേടിപ്പിച്ചങ്ങ് പറഞ്ഞേക്കും. അങ്ങനെ അതിനുശേഷം കൂട്ടുകാരിയും ഇനിയിപ്പോൾ ആ ക്ലാസ്സിലൊക്കെ ചേരാൻ പോകുന്ന ചോദിക്കുമ്പം ഇവള് മാത്സ് ഇഷ്ടമായതുകൊണ്ട് ആ ക്ലാസ്സിൽ ചേരാൻ പോകുന്ന അറിയും. അങ്ങനെ അതുകൊണ്ട് കൂട്ടുകാരും മൊത്തം ഷോക്കായിട്ട് നിന്നെയൊക്കെ സമ്മതിക്കണം എന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ കിളിവായിരിക്കും. അങ്ങനെ അതിനുശേഷം ഇനിയിപ്പോൾ ക്ലബ്ബെല്ലാം ക്ലോസ് ആയ സ്ഥിതിക്ക് ഏത് ക്ലബ്ബിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഒരുപക്ഷെ സ്വിമ്മിംഗ് ക്ലബ്ബിൽ തന്നെ പോകുവാണ് ആ യാൻഷങ് വീണ്ടും ടീമിലെടുക്കുകയും ചോദിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും ടീമിലെടുക്കാൻ ചാൻസ് ഇല്ല, കാരണം അവൻ നിന്നെ ചവിട്ടി പുറത്താക്കും. ഇനിയിപ്പോ നീ സ്വന്തമായിട്ടല്ല ക്ലബ്ബ് തുടങ്ങിയാലേ ഉള്ളു, കാരണം എന്റെ കോസ്പ്ലേ തന്നെ കഴിഞ്ഞ സെമസ്റ്ററിലെ തുടങ്ങിയ, അതുകൊണ്ട് നീ ഒരെണ്ണം തുടങ്ങ്, എന്നാലും നിനക്ക് സീക്രട്ട് കിട്ടത്തുള്ളു എന്നെ കൂട്ടുകാർ പറഞ്ഞു കേട്ട് ഇവള് മറ്റേ സ്വിമ്മിംഗ് ക്ലബിന്റെ അടുത്തുള്ള ആ ക്ലൈംബിംഗ് ക്ലബ്ബ് തുടങ്ങാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യും. കാരണം അതിനകത്ത് ആരും ഇല്ല. പക്ഷെ ഇവൾക്ക് ആ ക്ലബ്ബ് തുടങ്ങണേ സ്വിമ്മിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള യാൻഷിന്റെ അടുത്ത് നിന്ന് സൈൻ വേണം. അങ്ങനെ അതുകൊണ്ട് ആദ്യം അവന്റെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ചോണ്ട് വരാൻ പറയുമ്പം ഇവളും വീണ്ടും അവന്റെ അടുത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് സൈൻ ചോദിക്കാൻ വേണ്ടി പോകും. പക്ഷെ അവനാണ് വല്ല ഗമയൊക്കെ ഇട്ട് എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൻ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അവരാണ് ഇതെല്ലാം കണ്ട് ലിങ്ങും അവന്റെ പേഴ്സണാലിറ്റി അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇവൾ ആശ്വാസപ്പെടുത്തും. പക്ഷെ അവളാണ് അവനോടുള്ള ദേഷ്യത്തിൽ ഇവനോടും ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോകും. എന്നിട്ട് അവള് മാത്സ് ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് അവിടെ ഞാനിരിക്കുന്നിട്ട് ഇവള് പെട്ടെന്ന് അടുത്തേക്ക് ഓടിച്ചെന്ന് എങ്കിപ്പൻ ഇപ്പോഴെങ്കിലും ഒന്ന് സൈൻ ഇട്ടാന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ഈ ക്ലൈംബിംഗ് ക്ലബ്ബ് കഴിഞ്ഞ സെമസ്റ്റർ തന്നെ നിർത്തിയെന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യം പറയുമ്പം എങ്കിപ്പൻ ഇപ്പൊ സൈൻ ഇട്ട് വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അവൾ അടുത്തേക്ക് വരും. പക്ഷെ അവനാണ് ഇവൾക്ക് ആ ക്ലബ്ബ് തുടങ്ങാൻ സൈൻ ഇട്ട് തരത്തില്ലെന്ന് പറയുമ്പം അവളെങ്കിൽ പിന്നെ ഇവ സൈൻ ഇടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം ചോദിക്കും. അങ്ങനെ ആ സമയത്തായിരിക്കും കറക്റ്റ് സാറും വരുന്നത്. അങ്ങനെ സാറും ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോകുമ്പം ഇവൾ അവനെ പോകാൻ സമ്മതിക്കാതെ സൈൻ ഇടാൻ വേണ്ടി ഫോഴ്സ് ചെയ്യും. അവരാണ് അവന് സൈൻ ഇടുന്ന പോലെ ഫോമൊക്കെ വാങ്ങിച്ചിട്ട് ഇവളുടെ അടുത്തേക്ക് തന്നെ വരും. അതിനുശേഷം അവന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ സൈനും വാങ്ങാത്തില്ല ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഒറ്റൊരോട്ടോടി പോകും. അതുകൊണ്ട് അവളും ദേഷ്യത്തി നീ സൈൻ ഇട്ടാലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കും. അതേസമയം അവന്റെ കൂട്ടുകാരൻ ഷീയാണ് അവൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റ് അവന്റെ ക്രഷിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചേക്കും. അങ്ങനെ ആ പാർട്ടിക്ക് യാൻഷങ് അവന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വരുമ്പോഴാണ് അതേസമയം അവിടേക്ക് വരുന്ന അവളാണ് ഇവന്റെ സർപ്രൈസ് ഉണ്ടെങ്കിൽ ഷോക്കാവും. ഇവളുടെ പേര് ടോങ്. അങ്ങനെ ഷീക്ക് ഇവൾ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവൾ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ കോളേജിലേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ക്ലാസ് ഒക്കെ മാറിപ്പോയെന്നറിഞ്ഞ് അവൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി ഇവന് സ്വന്തമായിട്ട് മാപ്പൊക്കെ വരച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് യാൻഷങ്ങിന്റെ പുറകെ വന്ന സിയാനും അവിടെ നിന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവളെ കണ്ട് അവൻ ഞെട്ടിപ്പോകുമ്പോഴാണ് അവൾ വീണ്ടും ഇവന്റെ പുറകെ തന്നെ വന്ന് ആ ക്ലൈംബിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സൈൻ ഇട്ടാന്ന് പറഞ്ഞ് ഇവനായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണ് പ്രൈവറ്റ് പാർട്ടി വന്ന് ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ പോകാൻ പറയുമ്പം ഇവൻ സൈൻ ഇട്ടാലേ പോകത്തുള്ളെന്ന് അവളും വാശി പിടിച്ചിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ടോങ്ങും ചിരിച്ചിട്ട് എങ്കിൽ പിന്നെ നിന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ടാന്ന് പറഞ്ഞ് അവളും പരിചയപ്പെടും. അതിനുശേഷം സിയാന്റെ പേര് മനസ്സിലാക്കുമ്പോഴാണ് അവൾക്ക് പിടിയിട്ടുന്ന ഇവളല്ലേ സ്വിമ്മിംഗ് ക്ലബ്ബ് വെച്ച് യാൻഷങ്ങിനെ തള്ളിയിട്ട് വൈറലായെന്ന്. അങ്ങനെ അതുകൊണ്ട് അവരെല്ലാരും കൂടെ കളിയാക്കി ചിരിക്കുമ്പം ടോങ് എന്തായാലും വെൽക്കം പാർട്ടി നടക്കുന്നുണ്ട്, നീയും കൂടെ പങ്കെടുക്കുന്ന പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിച്ചില്ലും. അതുകൊണ്ട് യാൻഷങ്ങും ഈ സാധനയൊക്കെ എന്തിന് ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് അവന് ദേഷ്യത്തിന് അകത്തേക്ക് കയറിച്ചില്ലും. എന്നിട്ട് അവളിപ്പോൾ തിരിച്ചു വന്നുകൊണ്ട് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് യാൻഷങ്ങിന് മാത്സ് ഇഷ്ടമുള്ളതുകൊണ്ട് അവള് മാത്സിന്റെ ഒരു പസിൽ ഗെയിം കൊടുത്തേക്കും. അപ്പോഴാണ് ഇത് ഇഷ്ടമുള്ള സിയാനും അവള് കൂടെ ചേർന്ന് കളിക്കുമ്പം അവനാണ് ഇത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ വഴക്കാവും. ഇതേ സമയം അവൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ട് സിയാന് മാത്രം ഗിഫ്റ്റ് കൊടുത്തില്ലെന്ന് പറയുമ്പം അവൾ എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾക്കൊന്നും വേണ്ടെന്ന് പറയും. പക്ഷെ ടോങ് ആണ് എന്തായാലും എല്ലാവർക്കും കൊടുത്ത സ്ഥിതിക്ക് നിനക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ഹെയർ പിൻ എടുത്ത് ഇപ്പൊ ഇവൾക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇത് കണ്ട് ഇവരെല്ലാരും കൂടെ ഇപ്പൊ സിയാനെ കാണാൻ കുറച്ചും കൂടെ ക്യൂട്ടാന്ന് പറഞ്ഞ് അവളെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവരൊക്കെ സംസാരിച്ച ശേഷം ടോങ്ങും എന്തായാലും അവളിപ്പോ വന്നേലേ ഉള്ളു, കോളേജിൽ ചെന്ന് കുറച്ച് കാര്യങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഇവർക്കെല്ലാം ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവള് പോകുന്നുണ്ട് പെട്ടെന്ന് സിയാന് പുറകെ തന്നെ ഓടിച്ചെന്ന് ഇവളുടെ ഹെയർ പിൻ തിരിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ കണ്ടേ ഉള്ളു അതിനും ഈ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുന്ന എനിക്ക് മോശമായിട്ട് തോന്നുന്നു പറഞ്ഞിട്ട് അവൾ ഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്ത് അവിടെ നോക്കുമ്പോഴാണ് ഇവൾ യൂസ് ചെയ്ത ഹെയർ പിൻ ആയതുകൊണ്ട് തന്നെ ടോങ് അതെടുത്ത് വേസ്റ്റിനകത്ത് എറിഞ്ഞിട്ട് അങ്ങ് പോകും. കാരണം ആള് പുറത്ത് മാത്രമേ ഉള്ളൂ ചുമ്മാ ചിരിച്ചൊക്കെ സംസാരിക്കുന്ന, അകത്ത് ഫുള്ളും വിഷമാണ്. പക്ഷെ ഈ സത്യം ഒന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. कहाँ चलते कहाँ चलते प्यार की